നമുക്കിന്നേ ഗോതമ്പിൻ്റെ പുട്ടും ചക്കയും കൂടി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നമ്മളുടെ ഈ ആട്ടയില്ലേ, നമ്മളുടെ ഈ ഗോതമ്പ് പൊടി, അത് നമ്മൾ ഈ ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെയിം പൊടി കൊണ്ടായിട്ട് നമ്മൾ ഈ പുട്ടുണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കി ഇതേ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ചക്കയുടെ ഒരു കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ആരാണ്ട് വന്നപ്പോൾ കൊണ്ടു തന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചക്കയുടെ ഒരു 2 ചോളി എടുത്തിട്ട് നമുക്ക് ഈ പുട്ടണ് കഴിച്ചു നോക്കാം അല്ലേ. സൂപ്പർ ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതുവരെയായിട്ട് ചക്കയും പുട്ടും കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. എന്തായാലും നല്ല ചൂടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ ചക്ക തന്നവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. നമുക്കിവിടെ ചക്കയ്ക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്തായാലും വേണ്ട, ചക്ക അധികം പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചക്കയുടെ കൊതി കാരണം കൊണ്ട് നമ്മൾ കിട്ടിയപ്പോൾ തന്നെ എടുത്തടിക്കുകയാണ്. അത് നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. ചൂടുള്ള പുട്ടും ഗോതമ്പിൻ്റെ പുട്ടും ചക്കയും. നല്ല രസമുണ്ട് കേട്ടോ. ഒരു നല്ല ചക്കയുടെ ഒരിതും ഗോതമ്പിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഇതേമാതിരി ഗോതമ്പിൻ്റെ ഒരു പുട്ടും കൂടി ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് നമുക്കറിയാൻ നോക്കാമല്ലോ. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. താങ്ക് യു.